വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വർണ്ണിച്ചിടാമെനിക്കെൻ്റെ നാവു പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാമെനിക്കെൻ്റെ നാവു പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായി 6:35. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പുതിയ നിയമവും പഴയ നിയമവും നമുക്ക് അനുകരിക്കാനും നമ്മൾ പിൻപറ്റുവാനുമുള്ളത് പുതിയ നിയമത്തിലെ ശുശ്രൂഷയും ദൈവവചനവുമാണ്. എന്നാൽ നമുക്ക് പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തമാക്കേണ്ടത് പുതിയ നിയമം തന്നെയാണ്. പുതിയ നിയമത്തിനും പഴയ നിയമത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ഒത്തിരി ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിന്നെ വർദ്ധിപ്പിക്കും, എനിക്ക് ഭൂമി അവകാശമായി തരും, എനിക്ക് അബ്രാമിനൊക്കെ ഇത്രയും കഴുതയുണ്ടായിരുന്നു, കാടുമാളുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി മൃഗസമ്പത്തിനെക്കുറിച്ചും ഭൗതികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വാക്തത്വങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങൾ യേശു കർത്താവ് കൊടുത്തതിനെ കുറിച്ചൊന്നും പുതിയ നിയമത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധയിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. സ്തോത്രം. അപ്പോൾ ഇവിടെ വചനം പറയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ ഈ ആത്മീയ ഭൗതികമായ സമ്പത്ത് ലഭിക്കുവാനുള്ള ഒരു പാക്കേജായിട്ട് ഞാൻ ഈ വാക്യത്തിൽ കാണുകയാണ്. ഞാൻ അങ്ങനെ പറയാം, ഒരു പാക്കേജാണ്. പല ടൂർ പാക്കേജുകളുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചില ഡിസ്കൗണ്ട് ലഭിക്കാറുണ്ട്. എന്ന രീതിയിൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കേണ്ട മെറ്റീരിയലായിട്ട അനുഗ്രഹത്തിൻ്റെ ഏകവാക്യമാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബെൻസ് കാറുണ്ട്, 5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, ഓല മേഞ്ഞ കുടിലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള സംഭവമാണ് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി, ഉയർച്ച കിട്ടാൻ വേണ്ടി ഞാനും നിങ്ങളും കഠിനാധ്വാനവും അത്യധ്വാനം ചെയ്യുന്നവരായിരിക്കാം. അത് ഒരു പരിധി വരെയ്ക്ക് നമുക്ക് ആവശ്യമാണ് താനും. പക്ഷേ പരിധി വിട്ട് നമ്മൾ ഒത്തിരി സമ്പത്തിന് പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ, അവനെ പിന്തുടർന്നാൽ, ദൈവിക പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ, അത് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ ഒരു സ്വർഗീയമായ അനുഗ്രഹം വേണമോ, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി
നിങ്ങൾക്ക് സകലതും ലഭിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ എനിക്ക് ചിന്താശകലം മോർണിംഗ് മെസ്സേജ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ യാത്രയായിരുന്നു. നമ്മുടെ സഹപ്രവർത്തകനായിരിക്കുന്ന വൈ ലാലു അച്ഛൻ കാലിലെ ലിഗമെൻ്റിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെട്ട് കാല് പ്ലാസ്റ്റിട്ട് വേണ്ട വിധത്തിൽ നടക്കാൻ സാധിക്കാതെ വീട്ടിൽ വിശ്രമിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. കുഞ്ഞൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരിക്കുന്നു. വീട്ടിലേക്ക് എത്തുവാൻ വേണ്ട കൃപ ലഭിക്കാൻ, സൗഖ്യം ലഭിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രൈസ് ഗോഡ്. നമ്മൾ മിഷൻ എക്സ്പോ കടന്നു വരികയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വളരെ പ്രാർത്ഥിക്കണമേ. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരാൻ, അഭിഷേകമായി തീരാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യം കൂടിയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിൻ്റെ രാജ്യം നീതി അന്വേഷിപ്പാൻ കർത്താവ് കൃപ തരണമേ. അതല്ല ആത്മീയ വീക്ഷണം നിങ്ങൾക്ക് തരുമാറ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടെന്ന് വിടുവയ്ക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നേക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ഭൗതികമായ സമ്പത്തൊന്ന് പോഷിപ്പിക്കണമേ. പുതുവഴി ഞങ്ങൾക്ക് തുറക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശനിയാഴ്ചയിൽ ഞങ്ങളുടെ പെരിങ്ങോട് ഏരിയ പ്രൊമോഷൻ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കണമേ. അഭിഷേകമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പോതിനുമേ സകല യേശുവിൻ നാമത്തിൽ.